ഹലോ നമസ്കാരം. അതെ, ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പ എന്നോട് ചോദിച്ചേ, നീ പണ്ട് കുവൈറ്റിലായിരുന്നപ്പോഴും ശരി, ഇപ്പോൾ യു കെയിലാണെന്ന് പറഞ്ഞിട്ടും ശരി, ഒരു മാറ്റവും ഇല്ലല്ലോ ഇവിടെ. വന്നു കഴിഞ്ഞാൽ ഒരു കാവിമുണ്ട് കൊടുത്തിട്ട് അതെ ഈ സാമാനത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കും. കാര്യം ശരിയാ കേട്ടോ, നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും സ്വഭാവത്തിൽ വന്നിട്ടില്ല. അന്നും ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷൻ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന അടിപൊളിയായിട്ട് നടന്നു. അതുപോലെ തന്നെ അളിയൻ്റെ മധുരം വെപ്പ്, എൻഗേജ്മെൻറ്റ്, കല്യാണം ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്നറിയാം. അപ്പം ഇനിയിപ്പം തിരിച്ചു പോകാനുള്ള സമയമായി. അതിനുള്ള പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പോകുന്നതിനിപ്പുറമായിട്ട് അമ്മയ്ക്കൊരു മന്തി വെച്ച് കൊടുക്കണമെന്നുണ്ട്. ഞങ്ങളുടെ അപ്പനും അമ്മയൊന്നും അങ്ങനെ മന്തി സാധനമൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവരൊന്നുമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. നമുക്കറിയാവുന്നതല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു മഴച്ചാറ്റിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബുള്ളറ്റിൽ പെണ്ണുമ്പിള്ളയും പുറകെ പോകാൻ നല്ല രസമാണ് കേട്ടോ. പെണ്ണുമ്പിള്ളയ്ക്കും അതേ മനസ്സുണ്ടാവണമെങ്കിലേ നടക്കത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിനകത്തൊക്കെ ഒരേ വൈബായുണ്ട്. സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, നമുക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും മാറ്റം വേറെ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മുടെ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും ബാധിക്കത്തില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടെ, ഈ മന്തി ഞങ്ങളുടെ വീട്ടിൽ അത്രയ്ക്ക് വലിയ സ്വാഗതം കിട്ടുന്ന ഐറ്റമൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, വൈഫിൻ്റെ വീട്ടിലാണെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല. ഒരു ഇടയ്ക്ക് ഞാൻ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ആർക്കും വലുതായിട്ട് പിടിച്ചില്ലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു. കൂട്ടത്തിൽ അളിയനും അളിയൻ്റെ വൈഫിനുള്ള വിരുന്നും കൂടെ അങ്ങ് സെറ്റാക്കി. പോകുന്ന ദിവസത്തിൻ്റെ തലേദിവസം ആവട്ടെ ഇതെല്ലാം ഞങ്ങൾ ശരിയാക്കി എടുത്തേ. നമ്മൾ പോകുന്ന രാജ്യത്ത് എന്നൊക്കെ ഫെസിലിറ്റീസും എന്നൊക്കെ കാര്യങ്ങളും എന്തോരം പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം നാട്ടിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനമൊക്കെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ അമേരിക്കയിൽ പോയാലും ശരി, യു കെ പോയാലും ശരി, ഓസ്ട്രേലിയയിൽ പോയാലും ശരി, ആ ഒരു ഭാഗ്യത്തിന് ഒരിക്കലും ഈക്വലായിട്ട് വേറൊന്നും വരുമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കുഴപ്പമില്ലാത്തൊരു ശമ്പളവും കുഴപ്പമില്ലാത്തൊരു ചുറ്റുവട്ടവും ഒക്കെ ആയിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ അവനാണ് ഏറ്റവും ഭാഗ്യവാൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ശരിയാ, പലർക്കും പൊളിറ്റിക്കൽ പരമായിട്ടൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണും. എന്ന് പറഞ്ഞാലും ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കല്ലേ. അപ്പോൾ ഇനി യു കെ വെച്ച് കാണാം. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.